അപ്പോൾ ഇതൊന്നാന്ന് നെൽക്കതിരിൻ്റെ അടുത്ത് നിന്നല്ലേ ഞാനിന്ന് കണ്ടത്തിൽ മൂരാൻ വേണ്ടി പോയി. അപ്പോൾ മൂരാൻ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊന്ന് കൊട്ടനശ്ശേരി ആറേയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. മില്ലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കുണ്ട് ഒരാൾ മൂരുന്നുണ്ട്, ഒറ്റക്കേ ഇല്ലൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ അവരോട് പോയി ചോദിക്കാം, ഞാനും ഒരു 2-3 കറ്റം മൂർന്നോട്ടോ. അങ്ങനെ മൂർന്നോട്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് എനിക്ക് നല്ലോണം അറിയുന്നവരെന്നെ നമ്മളെ പപ്പിയേച്ചി. അപ്പോൾ പപ്പിയേച്ചിക്ക് സന്തോഷമായി എന്തായാലും. അങ്ങനെ ഞാനും പപ്പിയേച്ചിരൊപ്പരം മൂരാൻ വേണ്ടി റെഡിയായി. അപ്പോൾ നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ വീട്ടിലെല്ലാം ഒരുപാട് കൃഷി ഉണ്ടായിന്. അന്നേരം കണ്ടത്തിലെ പെണ്ണുങ്ങൾക്ക് കഞ്ഞിയും കൊണ്ടെല്ലാം പോയാൽ അവർ കഞ്ഞി കുടിക്കുന്ന സമയത്തെല്ലാം ഈ കത്തി എടുത്തിട്ട് ഇങ്ങനെ മൂരും. അപ്പോൾ നാട്ടിയിടുന്ന സമയത്താണെങ്കിൽ ഞാറ് നടും, പൊരിക്കുന്ന സമയത്താണെങ്കിൽ ഞാറ് പൊരിക്കും. അങ്ങനെ എന്തെല്ലോ പരിപാടി ഉണ്ടാവും ചെറുപ്പത്തിലെല്ലാം. അപ്പോൾ ഞാനും വിചാരിച്ചു എത്രയോ കൊല്ലമായിട്ടൊരു കണ്ടത്തിലേ ഇല്ലാന്ന് തോന്നി ഇങ്ങനത്തെ നെല്ലില്ലേ. അങ്ങനെ എന്തായാലും മൂരാന്ന് ചോദിച്ചപ്പം ആവുന്നെല്ലാം ഉണ്ട് മൂരാൻ. അപ്പോൾ ചോദിക്കും മൂരാനെന്ന് അറിയേണ്ടതെന്ന്, എന്നാലും ആവുന്നുണ്ട് ശരിക്കും. എനിക്കങ്ങ് സന്തോഷം കൊണ്ട് കഴിയുന്നില്ല എന്നെല്ലാം പറയില്ലേ ഇങ്ങനെ നെല്ലെല്ലാം മൂർന്നെടുക്കുമ്പോൾ. ഇപ്പോൾ ഈ മൂരുന്നത് മുണ്ടോനാണ് കേട്ടോ, മുണ്ടോൻ. അപ്പോൾ മുമ്പത്തെ കുറേ നെല്ല് വിത്തിൻ്റെ എല്ലാം പേര് ഇപ്പം ചെറുങ്ങനെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ഇത് മൂരുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്നാൽ തവളക്കണ്ണൻ, കീരിപ്പല്ലൻ, അയ്യാറെട്ട്, ജയ, ചിറ്റേനിയോ തയ്യേനിയോ അങ്ങനത്തെ എന്തോ ഒരു പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ. അതേപോലെ തന്നെ ഈ വിത്തെല്ലാം പൊതിർക്കൽ, മുളപ്പിക്കൽ എല്ലാ സമയത്തും എനിക്കൊന്ന് 3-4 പ്രാവശ്യം ഈ നെൽകൃഷിയെല്ലാം നമ്മളെ അടുത്തെല്ലാം ഉണ്ടാവലുണ്ട്. അപ്പോൾ വലിയ ചീനയിൽ ഇത് നന്ന് ഞാറ് കൊണ്ടോലും നെല്ല് മൂർന്ന് കൊണ്ടരലും എല്ലാം. ചീന എന്ന് പറഞ്ഞാൽ വലിയ തോണിയില്ലേ, തോണി പോലത്തെ, അതിനെന്നാണ് നമ്മൾ പറയൽ, നമ്മളെല്ലാം ചീന എന്നാണ് പറയൽ. അതിലാണ് ഈ മൂർന്നിട്ട് നെല്ല് കൊണ്ടരൽ, നെല്ലല്ല കറ്റ. അപ്പോൾ എനിക്ക് കുറേ സമയമൊന്നും നിൽക്കാൻ പറ്റില്ല, ഏകദേശം ഒരു 5 കറ്റ മൂരുന്നവരെ അത്ര സമയം ഉണ്ടായിട്ട് എന്താ പറയുക, സന്ധ്യയായി വിളക്കെത്തിക്കാനല്ലായി. അങ്ങനെ ഇന്നത്തെ മൂരൽ ഞാൻ മതിയാക്കി.